എല്ലാവരുടെ ജീവിതത്തിലും ഈഗോ ഹേർട്ട് ആവുന്ന ഒരു മൊമെന്റ് ഉണ്ടാവും. ട്രിവാൻഡ്രത്ത് പോയാൽ ശരിയാവില്ല, പെൺകുട്ടി പുറത്ത് പോയി പഠിച്ചാൽ ശരിയാവില്ല. ചെന്നിത്തല നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഒരു ഫസ്റ്റ് റാങ്ക് ഹോൾഡറാണ്. സാറിനെ പോലുള്ള ആൾക്കാരുടെ സപ്പോർട്ടും ഇപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മളെ ഇഷ്ടപ്പെടുന്നവരെ, നമുക്ക് മോട്ടിവേഷൻ തരുന്നവരെ നമ്മൾ ചേർത്ത് നിർത്തുക. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റ് ആണ്. ഒന്ന് സഹകാരിയുടെ ഏറ്റവും പ്രിയപ്പെട്ട സ്റ്റുഡന്റ്, ICD സൂപ്പർവൈസർ, 119ാം റാങ്ക് ഹോൾഡറാണ്. ഫസ്റ്റ് അഡ്വൈസിൽ അല്ലെങ്കിൽ നമുക്കൊരു അടുത്ത രണ്ടാമത്തെ മൂന്നാമത്തെ അഡ്വൈസിലൊക്കെ പ്രതീക്ഷ നിൽക്കുന്ന വ്യക്തിയാണ്. അതിനോടൊപ്പം നമ്മുടെ ഇത്തവണത്തെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴ ജില്ലയിലെ ചെന്നിത്തല ഡിവിഷൻ ജില്ലാ പഞ്ചായത്ത് കാൻഡിഡേറ്റ് ആയിട്ട് മത്സരിക്കുന്ന വ്യക്തി കൂടിയാണ് ആതിര. വളരെ വലിയ സന്തോഷമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ നമുക്ക് ഇന്ന് വളരെ സ്പെഷ്യലായിട്ട് ആതിരയുടെ പഠന വിശേഷങ്ങളിൽ നമുക്ക് ചോദിച്ചറിയാം. അതിനോടൊപ്പം ആതിരയെക്കുറിച്ച് ഒന്ന് രണ്ട് വാക്കുകളിലൊന്ന് ആമുഖമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, തുടക്കം തൊട്ട് ബാച്ചിൽ വന്ന സമയം തൊട്ട്, നോട്ടിഫിക്കേഷൻ വരുന്ന സമയം തൊട്ടേ ആതിരനെ വിളിച്ചിട്ടുണ്ട് അല്ലേ? വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമയം തൊട്ടേ വളരെ ക്ലോസ് ആയിട്ട് അറിയുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങളുടെ ഒരു വിജയം നമ്മളിപ്പോൾ കാണുന്നത് എപ്പോഴും കുറേ കാലത്തിന് ശേഷം ആൾക്കാർ കാണുന്ന നമ്മളെ വിജയം മാത്രമായിരിക്കും. അതിൻ്റെ പിന്നിലുള്ള പെയിൻ ആരും കാണില്ല, എഫേർട്ട് ആരും കാണില്ല. ആ എഫേർട്ട് എടുക്കാൻ വേണ്ടി നമുക്ക് തന്ന പ്രചോദനം എന്തായിരുന്നു അതില്? എൻ്റെ ആ ഒരു സ്കൂൾ, എസ്പെഷ്യലി ആ ഒരു 5th to 12th ഡിഗ്രി, ആ ഒരു ടൈം വരെ കുറച്ച് വളരെ സ്ട്രഗ്ലിംഗ് പീരീഡ് ആയിരുന്നു. എല്ലാവരുടെ ജീവിതത്തിലും ഈഗോ ഹേർട്ട് ആവുന്ന ഒരു മൊമെന്റ് ഉണ്ടാവും. എൻ്റെ ലൈഫിലും ഉണ്ട് അങ്ങനെ. ചെറുപ്പം മുതലേ അമ്മൂമ്മയായിരുന്നു എൻ്റെ ആ ഒരു സ്കൂൾ ടൈമില് എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നത്. അപ്പൊ ആ ടൈമില് നമ്മുടെ വീട് വളരെ വർഷങ്ങളുടെ പഴക്കം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വിണ്ട് കീറിയിരിക്കുക, ചിതൽ, അങ്ങനത്തെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. മഴ പെയ്യുമ്പം വെള്ളം വെക്കുക. ഒരു മെയ് മാസം, എനിക്ക് നല്ല ഓർമ്മയായി ഇപ്പോഴും അത്, ഒരു മെയ് മാസത്തില് 10th കയറുന്ന വർഷം എക്സ്ട്രാ ക്ലാസ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ രാവിലെ ഒരു 9:30 ആയപ്പം റെഡിയായി സൈക്കിളിന് പോയി. അപ്പൊ പോകുന്ന വഴിക്ക് എന്റെ അടുത്ത് കണ്ടവര് ചോദിച്ചു, എപ്പോഴായിരുന്നു മോളെ, എന്ത് പറ്റിയതാ? അപ്പം സത്യം പെട്ടെന്ന് ടെൻഷനായി. എന്തുവാ കാര്യം, എന്തുവാന്നൊന്നും അറിയുന്നില്ലല്ലോ. അങ്ങനെ ഞാൻ ക്ലാസ്സിൽ ചെന്ന് ടെൻഷൻ അടിച്ച് ഇങ്ങനെ ഇരുന്നു. ഫ്രണ്ട്സിന്റെ അടുത്ത് പറഞ്ഞു, എന്തോ സംഭവിച്ചെന്താന്ന് എനിക്ക് അറിയില്ല. അപ്പോഴാണ് പിന്നെ അറിഞ്ഞത്, ഇങ്ങനെ വീടിന്റെ അടുക്കള മഴയത്ത് ഇടിഞ്ഞു വീണ്. അപ്പൊ പിന്നെ ടെൻഷനായി. അമ്മ രാവിലെ ജോലിക്ക് പോയി. അമ്മുമ്മ എന്തെങ്കിലും പറ്റിയോ എന്തുവാ, എനിക്ക് ഇരുന്നിട്ടിരിക്കാൻ പറ്റാത്തൊരു അവസ്ഥ. ക്ലാസ് കഴിഞ്ഞ് ഞാന് വീട്ടിൽ വന്നപ്പോ എന്റെ കുറച്ച് ഫ്രണ്ട്സും കൂടെ, അപ്പം അത് കണ്ട് എനിക്ക് ഭയങ്കര സങ്കടമായി. ഞാൻ ഭയങ്കര വിഷമത്തിലായി. നമ്മുടെ സാഹചര്യം ഇങ്ങനെയാണ് എന്നുള്ളത്, എന്റെ സൈഡ് ഇങ്ങനെയാണ് എന്നുള്ളത് എനിക്ക് കാണിക്കുന്നത് ഇഷ്ടമല്ലായിരുന്നു ആ ടൈമില്. അപ്പം അവര് വന്നു. അപ്പം അന്ന് ആ ഒരു മൊമെന്റില് കുറച്ച് തീരുമാനങ്ങൾ എടുത്തു. അപ്പൊ ഞാൻ ഈ ഓട്ടോഗ്രാഫില് 10th വെറുതെ എഴുതുമായിരുന്നു. ആ ടൈമിലായിരുന്നു നമ്മുടെ ആദ്യത്തെ രാഷ്ട്രപതി സ്ത്രീ, അതെ, പ്രതിഭ പാട്ടീൽ. ആ ടൈമിലായിരുന്നു ഒരു റോൾ മോഡൽ പോലെ, ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ വെറുതെ എഴുതി വെക്കുമായിരുന്നു, ഐ വാണ്ട് ടു ബിക്കം ഇന്ത്യൻ പ്രസിഡന്റ്, കുറെ പേരുടെ ഓട്ടോഗ്രാഫില്. അത്രയും അങ്ങനെയൊന്നും എത്തിയെന്നൊന്നും അല്ല, പക്ഷെ നമുക്ക് നമ്മുടെ ലൈഫിൽ കുറച്ച് ചേഞ്ച് എങ്കിലും ഒക്കെ ഉണ്ടായി. ആ കഷ്ടപ്പെട്ട് വന്നതിന്റെ റിസൾട്ട് അതെപ്പോഴും ഞാൻ ഒരുപാട് ആൾക്കാരോട് കടപ്പെട്ടിരിക്കുന്നു. എപ്പോഴും എന്റെ ആ ഒരു ചെറിയ മൊമെന്റ് മുതൽ ഇപ്പം വരെ എന്റെ ലൈഫിൽ എനിക്ക് തന്നിട്ടില്ല. അതിൽ പറഞ്ഞതിൽ വളരെ പ്രധാനമായിട്ടുള്ള സംഭവമുണ്ട്. കാര്യം നമ്മളെപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ എന്തായി തീരണമോ അത് നിങ്ങൾ എഴുതി വെക്കുക എന്നുള്ള കാര്യത്തിൽ. എഴുതി വെക്കുന്ന കാര്യങ്ങൾ നടക്കാനുള്ള സാധ്യത 80% മുകളിലാണെന്നാണ് സൈക്കോളജിയിലെ പല പഠനങ്ങളും തെളിയിക്കുന്നത്. അപ്പൊ എനിക്ക് ഉറപ്പുണ്ട് നമ്മുടെ ആതിര ഇന്ത്യൻ പ്രസിഡന്റ് പദവിയിലേക്ക് ഉയരാനുള്ള സാധ്യത 80% ഉണ്ട് എന്ന്. കാരണം പണ്ട് വരെ ആ മനസ്സുറയ്ക്കുന്ന സമയത്ത് എഴുതിയൊരു തീരുമാനമാണ്, വെറുതെ അല്ല. അത് എഴുതുക എന്ന് പറയുമ്പോഴത്തേക്ക് അതിന്റെ പിന്നിൽ ഒരു എഫേർട്ട് ഉണ്ടോ, നമ്മുടെ മനസ്സിലൊരു എഫേർട്ട് ഉണ്ട്. ആ എഫേർട്ട് അത് എത്തി നിൽക്കുന്ന മൊമെന്റ് ഞാൻ ആലോചിക്കുമ്പം ഞാൻ ഇങ്ങനെ ചിന്തിക്കും, ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തതല്ല ഈ ഒരു ഇത്. അപ്പം ശരിക്കും നമ്മള് കഷ്ടപ്പെട്ടിട്ടുണ്ട്, നമ്മളൊരു കാര്യം ആത്മാർത്ഥമായിട്ടാ ചെയ്തിട്ടുള്ളതെങ്കിൽ നമ്മുടെ ലൈഫിലേക്ക് നല്ല ആൾക്കാരും നല്ല മൊമെന്റ്സും, അത് ഉറപ്പാണ്, നല്ല മൊമെന്റ്സും നമ്മൾ നല്ല ഒരു എത്തും. അപ്പോൾ അച്ചൻകോവിലാറിന്റെ മകളായിട്ടുള്ള ആതിര നമ്മുടെ ചെന്നിത്തല ഡിവിഷനിൽ നിന്നുകൊണ്ട് ഇപ്പോൾ ജനവിധി കൂടെ തേടുകയാണ്. അപ്പോൾ ഒരു ജനപ്രതിനിധി എന്ന് പറയുമ്പോഴത്തേക്കും എപ്പോഴും നമുക്ക്, അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഉള്ള ആൾക്കാരെ കൈവിട് ചേർത്താനുള്ളൊരു മനസ്സാണ് നമുക്ക് എപ്പോഴും ഒരാൾക്ക് വേണ്ട. ജനപ്രതിനിധി അല്ല, ബീയിങ് എ ഹ്യൂമൻ, എല്ലാ മനുഷ്യർക്കും വേണ്ട അത് തന്നെ. അത്
ഉറപ്പായിട്ടും ഒരു നല്ല ഒരു ക്വാളിറ്റിയാണ്. ഒരു PSC പരീക്ഷ എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു കോമ്പറ്റീഷനാണ് അല്ലേ. നമ്മൾ ഞാൻ പഠിച്ച സമയത്തും അല്ലെങ്കിൽ നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും ഒക്കെ നമ്മൾ കാണുന്നത് ഒരു കോമ്പറ്റീഷൻ. കാരണം എന്ന് പറയുമ്പോഴത്തേക്ക് ആദ്യം വരുന്ന ആൾക്കാർക്ക് മാത്രമേ ജോലി കിട്ടുള്ളൂ. അപ്പോൾ എപ്പോഴും ഈ ഉദ്യോഗാർത്ഥിയിൽ കണ്ടുവരുന്ന സാധനം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ കയ്യിൽ കിട്ടുന്ന സാധനം നമ്മൾ പോക്കറ്റ് വയ്ക്കുക, നമുക്കൊരു എക്സ്ട്രാ പോയിന്റ് കിട്ടിയിട്ട് നമുക്ക് കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള അപ്രോച്ച് ആയിരുന്നു അത് ശരിക്കും പറഞ്ഞാൽ ആതിരയുടെ. കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും ഗ്രൂപ്പിലുള്ള ഡിസ്കഷൻ ലീഡ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിലും അതുപോലെ ആതിരയ്ക്ക് അറിയുന്ന കാര്യം എന്ന് പറയുമ്പോൾ ഹോം സയൻസ് പഠിച്ചിട്ട് വന്ന ആൾക്കാരൊക്കെ ഇത് അറിയൂ അല്ലേ. അല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ സൈക്കോളജി ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആൾക്കാർക്കും അതുപോലെ സോഷ്യൽ വർക്ക് എന്ന് വരുന്ന ആൾക്കാർക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ ആതിരയുടെ ഒരു ഇടപെടലുകൾ നമ്മൾ കൃത്യമായിട്ട് ഓർക്കുന്നുണ്ട്. ആതിരയുടെ ഓർമ്മകളൊന്ന് ഓർത്തെടുക്കാമോ ബാച്ചിൽ വന്നതിന് ശേഷമുള്ള? റിട്ടേൺ എക്സാമിന്റെ ടൈമിലും ലാസ്റ്റ് ഇന്റർവ്യൂ വരെയും നമ്മള് നല്ല അങ്ങോട്ടും ഇങ്ങോട്ടും കോൺഫിഡൻസ് എല്ലാരും, അതിലൊരാളല്ല. അതിലൊരു സന്തോഷവാർത്ത എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുമിച്ച് പഠിച്ച എല്ലാരും തന്നെ റാങ്ക് ലിസ്റ്റിലുണ്ട്. നമ്മൾ ഒറ്റയ്ക്ക് നമുക്ക് വേണം എന്ന് പറഞ്ഞാൽ അത് കിട്ടില്ല. പക്ഷെ ഒരു ഗ്രൂപ്പ് ആയിട്ടുള്ള ഒരു വർക്ക് ആണെങ്കിൽ ഉറപ്പായിട്ടും അതിന് സക്സസ് കാണും. ഒരു കൂട്ടായ്മയെ ഒരുമിച്ച് കൊണ്ടുപോകാന്ന് പറയുമ്പോഴത്തേക്കും, അതുപോലെ കൂട്ടായ്മയിൽ എല്ലാവരും റാങ്ക് ലിസ്റ്റ് വരാന്ന് പറയുമ്പോഴത്തേക്കും അതൊരു സ്പെഷ്യാലിറ്റിയാണ്. സഹകാരുടെ എല്ലാ ബാച്ചിലും നിങ്ങൾക്ക് കാണാനും പറ്റും. ഇനി ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചെന്നിത്തല ഡിവിഷനെ ഇതേപോലെ കൂട്ടായ്മയിലൂടെ നയിക്കാൻ ഉള്ള ഭാഗ്യം ഉണ്ടാകട്ടെ ആശംസിക്കുകയാണ്. ആലപ്പുഴ ജില്ലയിലെ ജില്ലാ പഞ്ചായത്തുകളിൽ മത്സരിക്കുന്നതിൽ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ഞാൻ. അങ്ങനെ ഒരു ആലപ്പുഴ അങ്ങനെ റെക്കോർഡും കൂടെ ഉണ്ട്. ഇപ്പൊ എത്ര വയസ്സായി? 27 വയസ്സാണ്. ഓക്കെ. നമ്മളെ ഒരു ലേഡി എന്ന നിലയ്ക്ക് നമുക്ക് ഒരുപാട് പേരുടെ സ്വപ്നമാണ് ICD സൂപ്പർവൈസർ ആകുക എന്നുള്ള കാര്യം. കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും താഴേക്കിടയിൽ നിൽക്കുന്ന ആൾക്കാരെ സേവിക്കാൻ പറ്റുന്ന ഡിപ്പാർട്ട്മെന്റാണ് വിമൻ ആൻഡ് ചൈൽഡ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുമ്പോഴത്തേക്കും. അപ്പോൾ അവിടെ നമ്മൾ ICD സൂപ്പർവൈസർ ആകാൻ പോകുന്നു. അതിനോടൊപ്പം അല്ലെങ്കിൽ നമ്മൾ അത് കിട്ടുന്നതിന് മുന്നേയുള്ള കാലയളവിലോ അല്ലെങ്കിൽ കിട്ടിയ തന്നെ ലീവ് എടുത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ആ ഒരു കാലയളവ് ഇവിടെ പൂർത്തീകരിക്കാൻ പറ്റും, ആ ഒരു പൊതുപ്രവർത്തനം പൂർത്തീകരിക്കാൻ പറ്റും. അപ്പോൾ ഒരു പൊതുപ്രവർത്തകയാകാൻ പോകുന്നു, ഒരു ജില്ലാ പഞ്ചായത്തിനെ നയിക്കാൻ പോകുന്നു. ഈ അച്ചീവ്മെൻറ്റ്സിലേക്ക് എത്തി നിൽക്കുമ്പോഴത്തേക്കും നമ്മൾ ഇതിനകത്ത് വന്ന സ്ട്രഗിൾസ് എന്ന് പറയുമ്പോഴത്തേക്കും ഏതെല്ലാം തരത്തിൽ നമുക്കിപ്പോൾ പൊതുവെ എല്ലാവർക്കും ലൈഫിൽ പറയാൻ കുറേ സ്റ്റോറീസ് ഉണ്ടായിരിക്കും. 10th കഴിഞ്ഞപ്പം +1 +2 ഹോം സയൻസ് എടുത്തത്. അത് ഞാൻ പറഞ്ഞല്ലോ 9A+ ഒരേ മാത്സിനായിരുന്നു. അതോടെ മാത്സിനോട് എനിക്ക് വലിയൊരു ബുദ്ധിമുട്ടായി. അങ്ങനെ തേടി പിടിച്ച് ഹോം സയൻസ് സബ്ജക്ട് അങ്ങനെ ഹോം സയൻസ് ഉണ്ട് ഇവിടെ അടുത്ത് നായർ സമാജത്തിൽ. അതിന് ചേർന്നപ്പം ഹോം നേഴ്സ് ആവാനാണോ കുക്കിംഗ് പഠിക്കാനാണോ അങ്ങനെ പല അങ്ങനെ വീട്ടിലിരിക്കാൻ. ഹോം സയൻസ് എന്ന് പറയുമ്പോൾ ശരിക്കും വീട്ടിന്റെ ശാസ്ത്രമാണ് അല്ലേ, വീടിന്റെ ശാസ്ത്രമാണ്. കാരണം നമ്മൾ കുട്ടികൾ അത്യാവശ്യമായിട്ട് ആൺകുട്ടികളും പെൺകുട്ടികളും പഠിച്ചിരിക്കേണ്ട കാര്യമാണ് ഹോം സയൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് എൻ്റെ അഭിപ്രായത്തിൽ 5ാം ക്ലാസ്സിൽ ഉൾപ്പെടുത്തേണ്ട വിഷയമാണ്. അവിടെ ചെന്നപ്പം ഇവിടെ ഈ നിൽക്കുന്ന മൊമെന്റ് മുതൽ ഞാനിപ്പം ഒരു ഹൗസ് വൈഫാണ്, ഒരു കുഞ്ഞുണ്ട്. ഞാനിപ്പോൾ കടന്നു വന്ന പല പ്രതിസന്ധികളിലും എനിക്ക് ഒരു ബൂസ്റ്റ് ആയിട്ട് നിന്നത് ഹോം സയൻസ് പഠനം തന്നെയാണ്. അതെ, +1 +2 ഹോം സയൻസ് കഴിഞ്ഞു. എനിക്ക് ട്രിവാൻഡ്രം വുമൻസ് കോളേജിൽ BSc ഹോം സയൻസ് കിട്ടി. അപ്പം ഈ സ്കൂളിൽ പഠിച്ചപ്പോൾ തന്നെ ഹോം സയൻസിനോട് എനിക്ക് ഇഷ്ടം തോന്നി. കാരണം എനിക്ക് പറ്റും, കുത്തിയിരുന്ന് പഠിക്കുന്നതിനെക്കാട്ടിലും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്ത് പഠിക്കാനുള്ള കാര്യമാണ്. അപ്പോഴും ഇതെടുത്തിട്ട് കാര്യമൊന്നുമില്ല, ഈ സബ്ജക്റ്റ് എടുത്തിട്ട് ഒരു കാര്യമില്ല, ട്രിവാൻഡ്രത്ത് പോയാൽ ശരിയാവില്ല, പെൺകുട്ടി പുറത്ത് പോയി പഠിച്ചാൽ ശരിയാവില്ല. കാരണം ഞാൻ ഒരു മോള്, വീട്ടിലെ സാഹചര്യം, അങ്ങനെ ഒരുപാട് നെഗറ്റീവ് പറഞ്ഞിട്ടുള്ള ആൾക്കാരുണ്ട്. അന്ന് എൻ്റെ ഫാമിലി എനിക്ക് സപ്പോർട്ട് ചെയ്യുന്നു. എന്താണോ നിൻ്റെ ആഗ്രഹം അതിൽ മുന്നോട്ട് പോകണം എന്നുള്ള ബേസിസിൽ. അങ്ങനെ കോളേജിൽ ചെന്ന് അത് വേറൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. ടീച്ചർമാരുടെ ഒക്കെ മോട്ടിവേഷനും സപ്പോർട്ടും കാരണം എനിക്ക് യൂണിവേഴ്സിറ്റി ഫസ്റ്റ് റാങ്ക് ഹോൾഡറാണ്. അപ്പോൾ ഒരു വലിയ അച്ചീവ്മെന്റ് ആണ് യൂണിവേഴ്സിറ്റി ഫസ്റ്റ് റാങ്ക് ഹോൾഡർ എന്ന് പറയുമ്പോഴത്തേക്കും. ചെന്നിത്തലക്കാരെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഒരു ഫസ്റ്റ് റാങ്ക് ഹോൾഡറാണ്. അറിയാം ആൾക്കാർക്ക് ഇതെല്ലാം കുറച്ചറിയാം. അതോടൊപ്പം തന്നെ എൻ്റെ കോളേജിൽ ഹോം സയൻസ് ഡിപ്പാർട്ട്മെന്റിലെ ബെസ്റ്റ് ഔട്ട് ഗോയിങ് സ്റ്റുഡൻറ്റും ആയിരുന്നു ഞാൻ ആ ഒരു വർഷം. പിന്നെ നമുക്ക് കൂടുതൽ ഇഷ്ടമായി. എന്നിട്ടും ആൾക്കാർ കുറ്റം പറയുന്നുണ്ടായിരുന്നു, പഠിച്ചു കഴിഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് PG അവിടെ തന്നെ വിമൻസ് കോളേജിൽ തന്നെ ഫുഡ് സയൻസ് ആൻഡ് ന്യൂട്രീഷൻ, അതിലും MScക്കും ഫസ്റ്റ് റാങ്ക് തന്നെ ഉണ്ടായിരുന്നു. 2 ഫസ്റ്റ് റാങ്ക്. അതെ, ആ ഫസ്റ്റ് റാങ്ക് എന്ന് പറഞ്ഞാൽ എത്രയോ ഇയറിലെ നമ്മുടെ CGC മാർക്ക് ഉണ്ടല്ലോ 9 പോയിന്റ്, എനിക്ക് 91% ആയിരുന്നു. അപ്പൊ സയൻസ് ഓൾ ഇതിൽ തന്നെ യൂണിവേഴ്സിറ്റിയിൽ ടോപ്പ് മാർക്കായിരുന്നു എനിക്ക്. അതും പറയുന്ന ആൾക്കാരുണ്ട്, വളരെ കുറച്ച്. അപ്പൊ ഞങ്ങൾക്ക് 8 പേരായിരുന്നു. അപ്പൊ അത്രയും പേരിൽ കിട്ടിയതല്ലേ എന്ന ബേസിസിൽ പറയുന്ന ആൾക്കാരുണ്ടായിരുന്നു.
അത് കഴിഞ്ഞ് പിന്നീട് ഒരു സ്ട്രഗിളിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലായിടത്തും ഫസ്റ്റ് റാങ്ക് വാങ്ങിച്ചു വന്ന് ഞാൻ ആദ്യം നെറ്റ് അറ്റംപ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയില്ല. ഇപ്പം എനിക്ക് മനസ്സിലായി നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം. ഹാർഡ് വർക്ക് ചെയ്താലേ നമുക്ക് ഏത് എക്സാം ആണെങ്കിലും ക്വാളിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. സാറിനെ പോലെയുള്ള ആൾക്കാരുടെ സപ്പോർട്ടും ആ ഒരു ഗൈഡൻസും ഒക്കെ കൊണ്ടാണ് നേടിയെടുക്കാൻ പറ്റിയത്, ഇവിടം വരെ എത്താൻ പറ്റിയത്. അപ്പോൾ നമുക്ക് ഒരുപാട് സെറ്റ് ബാക്സ് അനുഭവിക്കുന്ന കുട്ടികൾ, ലേഡീസ് ഒത്തിരി ഉണ്ട് നമ്മുടെ സമൂഹത്തിൽ. അപ്പോൾ അവർക്ക് എന്ത് മെസ്സേജാണ് നമുക്ക് കൊടുക്കാനുള്ളത്? അപ്പോൾ എനിക്ക് സപ്പോർട്ടായിട്ട് നിന്ന കുറേ പേരുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ല, എനിക്ക് കടപ്പാടുള്ള എന്ത് പ്രതിസന്ധി വന്നാലും ഹസ്ബൻഡ് ആയിക്കോട്ടെ, ഫാമിലി ആയിക്കോട്ടെ, നമ്മൾ ഇഷ്ടപ്പെടുന്ന ഗുരുക്കന്മാരായിക്കോട്ടെ, സാറുമാരായിക്കോട്ടെ, എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നു. അപ്പം ഈ നെഗറ്റീവ് പറയുന്നവരങ്ങ് മൈൻഡ് ചെയ്യാതെ മാറ്റി നിർത്തുക. എന്നിട്ട് നമ്മളെ ആത്മാർത്ഥമായിട്ട്, ഞാൻ പറഞ്ഞില്ലേ ഈ ഗ്രൂപ്പ് തന്നെ ഫ്രണ്ട്സിൻ്റെ ഇടയ്ക്ക് എന്നെപ്പോലെ തന്നെ സ്ട്രഗിൾ അനുഭവിക്കുന്ന ഒരു രീതിയിൽ അല്ലെങ്കിൽ വേറൊരു രീതിയിലുള്ള ആൾക്കാരായിരുന്നു ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള എല്ലാവരും തന്നെ, എല്ലാവരും. അപ്പം നമുക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ വിഷമങ്ങൾ, ബുദ്ധിമുട്ടുകൾ ഓരോ ദിവസവും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പോൾ അപ്പം നമുക്ക് മനസ്സിലാവും ഒന്നും രണ്ടും അല്ല, എല്ലായിടത്തും ഉള്ളതാണ്. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മളെ ഇഷ്ടപ്പെടുന്നവരെ, നമുക്ക് മോട്ടിവേഷൻ തരുന്നവരെ നമ്മൾ ചേർത്ത് നിർത്തുക. നെഗറ്റീവ് പറയുന്നവർ പറഞ്ഞോട്ടെ, അവർ പറയുന്നവരും നമുക്ക് നല്ലതേ ഉണ്ടാവും, അവരെയും നമ്മൾ ചേർത്ത് നിർത്തുക. നമുക്ക് വേണമെങ്കിൽ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം. രാത്രിയിലൊക്കെ 2 മണിക്കൂർ ഉറങ്ങി ബാക്കി അത്രയും നേരം പഠിക്കുന്ന അങ്ങനെയുള്ള ആൾക്കാരുണ്ട് നമുക്ക് ചുറ്റും കുറേ പേര്. അപ്പം സാധിക്കാത്തതായിട്ട് ഒന്നുമില്ല, എല്ലാവരെ കൊണ്ടും സാധിക്കും. അത്ര പൊട്ടൻഷ്യൽ ഉള്ളവരാണ് നമ്മളത് മോൾഡ് ചെയ്ത് എടുത്തു വരണം എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പം എനിക്ക് ഈ ലഭിച്ച സ്ഥാനാർത്ഥിത്വം ആണെങ്കിൽ പോലും എല്ലാം ഹാർഡ് വർക്കിൻ്റെ റിസൾട്ടാണ്. അതുപോലെ ലൈഫിൽ സ്ട്രഗിൾ ചെയ്ത് ഹാർഡ് വർക്ക് ചെയ്ത് മുന്നോട്ട് വരുന്നവർക്ക് എല്ലാവർക്കും എന്തായാലും ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ലൈഫ് ഉണ്ടാകും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് നമ്മളൊരു വോട്ട് ചോദിക്കുകയാണ്. സഹകാരിയുടെ സ്വന്തം കുട്ടിയായതുകൊണ്ട് മാത്രമല്ല, ആ ഒരു സ്ഥാനത്തിന് അർഹയാണ് നമ്മുടെ ആതിര എന്ന് പറയുമ്പോഴത്തേക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ശരിക്ക് ആലോചിച്ച് നല്ലൊരു സ്ഥാനാർത്ഥിക്ക് നോട്ട് കൊടുക്കുക. അപ്പോൾ അത് ഉറപ്പായിട്ടും ആതിര നല്ല ആളാണെന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ.